ഞാൻ നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വൈറ്റ് നോയ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പലർക്കും അറിയില്ല എന്താണ് വൈറ്റ് നോയ്സ്. നമ്മുടെ ന്യൂ ബോൺസിന് കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വോയിസാണ് ഈ വൈറ്റ് നോയ്സ്. അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉള്ള ടൈമിന് ന്യൂ ബോൺ കേൾക്കുന്ന ആ ഒരു സൗണ്ട് ഫ്രീക്വൻസി, ആ ഒരു മോഡുലേഷൻ സെയിം ആയിരിക്കും. ഈ ഒരു നോയ്സ് പുറത്തും കുഞ്ഞുങ്ങൾ അതേപോലെ ആസ്വദിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ വൈറ്റ് നോയ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ എ സിയുടെ സൗണ്ട്, എ സി ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു സെയിം ഫ്രീക്വൻസി സെയിം മോഡുലേഷനുള്ള സൗണ്ട് ഉണ്ട്. ആ ഒരു സൗണ്ട്, പിന്നീട് നമ്മൾ ഫാന് ജസ്റ്റ് ഒന്ന് കറങ്ങുമ്പോൾ ഉള്ള ആ ഒരു ചെറിയൊരു മോഡുലേഷൻ സൗണ്ട് ഉണ്ട്. നമുക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വേറെ ഒന്ന് പറയാനുള്ളത്, നമ്മുടെ ടി വി ഒക്കെ ഒന്ന് കറണ്ട് പോകുന്ന ടൈമിലുള്ള ഒരു സൗണ്ട് ഉണ്ട്. അതിൽ ഒരു ചെറിയൊരു എരപ്പ് പോലത്തെ ഒരു സൗണ്ട് ഉണ്ട്. ഈ സൗണ്ടിനെല്ലാം നമ്മൾ വൈറ്റ് നോയ്സ് എന്ന് വിളിക്കാം. കാരണം ഇതെല്ലാം സെയിം മോഡുലേഷൻ സെയിം ഫ്രീക്വൻസിയിലുള്ള സൗണ്ടാണ്. ഈ സൗണ്ടുകൾ കുഞ്ഞുങ്ങൾക്ക്, അതായത് ന്യൂ ബോൺസിന് വളരെയധികം ഇഷ്ടമുള്ള സൗണ്ടാണ്. കാരണം ഇവർക്ക് എളുപ്പം ഉറങ്ങാനും അതുപോലെ തന്നെ ഉറങ്ങുമ്പോൾ ആ ഉള്ളൊരു ഫ്രീക്വൻസി ടൈമിങ് ഇവർക്ക് കൂടുതലായിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ചില കുഞ്ഞുങ്ങൾ ചില സൗണ്ടുകൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഉണരാറുണ്ട്, ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞ് ഉണരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൗണ്ട് മോഡുലേഷനിലാണ്, അതിൽ അവരുടെ കേൾക്കുന്ന ആ ഒരു ഫ്രീക്വൻസി സെയിം ഫ്രീക്വൻസിയിലുള്ള മോഡുലേഷൻ സൗണ്ടിനെ നമ്മൾ വൈറ്റ് നോയ്സ് എന്ന് പറയുന്നുണ്ട്. ഈ വൈറ്റ് നോയ്സ് ന്യൂ ബോൺസിന് നമ്മൾ കൊടുക്കുന്നത് വളരെയധികം നല്ലത് തന്നെയാണ്. മാത്രമല്ല ഇത് അമിതമായി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഹിയറിംഗ് ലോസിന് വരെ ഇത് ബാധിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ വൈറ്റ് നോയ്സ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ട്യൂണുകൾ, അപ്പോൾ നമ്മൾ നോക്കിയാലും ചില ട്യൂൺസ്, മെലോഡിയസ് ആയിട്ടുള്ള ട്യൂൺസ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ന്യൂ ബോൺസിന്. അപ്പോൾ അത് കേട്ടിട്ട് കുഞ്ഞുങ്ങൾ കുറേ നേരം ഉറങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. അത് നിർത്തിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഉണരും. അപ്പോൾ ഈ ഒരു വോയിസ് അധികമായി നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഹിയറിംഗ് ലോസിന് ബാധിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. ഈ വൈറ്റ് നോയ്സിനെ നമുക്കൊരു റിലാക്സിങ് ട്യൂണായിട്ടും കൂടി നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. അതായത് നമ്മുടെ അഡൽട്ട്സിനും ഈ ഒരു വൈറ്റ് നോയ്സ് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം സ്ട്രെസ്സും അങ്ങനത്തെ ഇമോഷണലി കുറേ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നവർക്കും ഒക്കെ ഈ ഒരു വൈറ്റ് നോയ്സ് എന്ന് പറയുന്ന ഈ ഒരു സൗണ്ട് കേൾക്കുവാണെങ്കിൽ നമുക്ക് മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനും അതുപോലെ തന്നെ കൂടുതൽ ടെൻഷൻസ് ഒക്കെ ഉള്ളവർക്കും ഈ ഒരു ട്യൂൺ, ഈ ഒരു മോഡുലേഷൻ സെയിം ഫ്രീക്വൻസിയിലെ മോഡുലേഷനുള്ള സൗണ്ടുകൾ കേൾക്കുമ്പോൾ മൈൻഡ് ഒന്ന് കാം ആവാനും ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ന്യൂ ബോൺസിന് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് അധികമായിട്ട് വളരെ ഒച്ചത്തിലും അങ്ങനെയൊന്നും നമുക്ക് ന്യൂ ബോൺസിന് ഈ വൈറ്റ് നോയ്സ് വെച്ച് കൊടുക്കാൻ പാടില്ല. മിതമായിട്ടുള്ള സൗണ്ട് ആയിരിക്കണം കൊടുക്കേണ്ടതും. മാത്രമല്ല അതിൻ്റെ അവേഴ്സ്, അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ഒന്നും നമ്മൾ കൂട്ടരുത്. ആ ഒരു സ്ലോനെസ്സും ആ ഒരു ഇൻറ്റൻസിറ്റിയിലുള്ള ആ ഒരു ക്രമീകരണങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം വൈറ്റ് നോയ്സ് കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കാനും. ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു വിധ ദോഷവുമില്ല. നമുക്ക് കൂടുതൽ സമയം കുട്ടികളെ ഉറങ്ങിക്കിട്ടാനും ടൈം ഡ്യൂറേഷൻ കൂട്ടാനും ഒക്കെ ഈ വൈറ്റ് നോയ്സ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്.